റിപ്പോർട്ട് ഇമ്പാക്റ്റ് വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പോകുന്നത്. KSEBിയിലെ അടിയന്തരമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. റാങ്ക് ഹോൾഡേഴ്സിന്റെ പരാതിയിലാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച നോട്ട് ചീഫ് എഞ്ചിനീയർ HRM KSEB സെക്രട്ടറിക്ക് കൈമാറി. എല്ലാ ഒഴിവുകളും CMD അറിയിക്കണമെന്നാണ് നിർദ്ദേശം. പുനഃസംഘടനയുടെ മറവിലെ KSEBിയിലെ നിയമന നിരോധനം നടന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഏറെക്കാലമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നു, നിയമന നിരോധനമുണ്ട് എന്ന റിപ്പോർട്ടറിൻ്റെ വാർത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ലഭിക്കുന്നത് സന്തോഷകരമായ വാർത്തയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിയമന നിരോധനം മാറുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ സമീപിച്ചിരുന്നു. ഗുരുതരമായ വിഷയമാണ് KSEBിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുനഃസംഘടനയുടെ മറവിൽ KSEBിയിൽ നിയമന നിരോധനമാണ് നടക്കുന്നത് എന്ന് റിപ്പോർട്ടറുടെ വാർത്തയ്ക്ക് പിന്നാലെ അത് നിഷേധിച്ചത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് മന്ത്രി കൃഷ്ണൻകുട്ടിയും KSEBിയും അവരുടെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അതിൻ്റെ വിവരങ്ങൾ ചോർന്നു എന്ന് പറഞ്ഞ് HRM ചീഫ് എഞ്ചിനീയറെ മാറ്റുകയും ചെയ്തത്. തുടർച്ചയായ വാർത്തകളാണ് നമ്മൾ കൊടുത്തത്. അതിനിടയിലാണ് സബ് എഞ്ചിനീയേഴ്സിൻ്റെ റാങ്ക് ഹോൾഡേഴ്സ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയോട് ഈ വിവരങ്ങൾ, നമ്മൾ വാർത്തയിൽ പറഞ്ഞ എല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു. ആകെ 3000-ലേറെ ഒഴിവുകൾ ഇനി PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അതിൽ തന്നെ 750 ഒഴിവുകൾ സബ് എഞ്ചിനീയർമാരുടേതാണ്, 450 ഒഴിവുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെയാണ്. വർക്കർമാരുടെ മാത്രം 1000-ലേറെ ഒഴിവുകളാണുള്ളത്. ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് അവർ മുഖ്യമന്ത്രിയെ സമീപിക്കുകയും ചെയ്തത്. അതിലാണ്, ആ പരാതിയിലാണ് മുഖ്യമന്ത്രി അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള നിയമാനുസൃത നടപടി സ്വീകരിക്കണം എന്നെഴുതിയത്. അതിൻ്റെ കുറിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് പിന്നാലെ KSEBിയിലും നടപടി തുടങ്ങി എന്നുള്ളതാണ്. KSEBിയിലെ HRM ചീഫ് എഞ്ചിനീയർ HRM KSEB സെക്രട്ടറിക്ക് കൊടുത്ത കത്തിൻ്റെ പകർപ്പാണ് നമുക്ക് കിട്ടിയത്. നോട്ടിൻ്റെ പകർപ്പാണ്. അതിൽ ഇങ്ങനെ പറയുന്നു, അതായത് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ തസ്തികയിൽ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുകയുണ്ടായി. പ്രസ്തുത നിവേദനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി KSEB ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറോട് നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് പ്രസ്തുത അപേക്ഷ പരാതി പരിഹാര സെൽ മുഖാന്തരം ഈ കാര്യാലയത്തിലേക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതാണ് അരുണെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്നാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ റീസ്ട്രക്ചറിംഗ് നടപടികൾ പുരോഗമിച്ച് വരികയാണ് എന്നും ആയതിനാൽ KSEB ലിമിറ്റഡിലെ നിലവിലുള്ള ഒഴിവുകൾ തൽക്കാലം PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് താങ്കളുടെ കാര്യാലയം സൂചന പ്രകാരം അറിയിച്ചിരിക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട KSEB ചെയർമാനോട് നിർദ്ദേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രസ്തുത വിഷയം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉചിത തീരുമാനം ഈ കാര്യാലയത്തിൽ അറിയിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. ചീഫ് എഞ്ചിനീയർ HRM ഒപ്പ്. ഇങ്ങനെ ഒരു വിവരം വിവരാവകാശ പ്രകാരം നൽകിയതിനാണ് ഈ ചീഫ് എഞ്ചിനീയറെ മാറ്റിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ഉത്തരവിൽ പറഞ്ഞത്. അരുൺ, ഈ കുറിപ്പിൽ CMD ഇപ്പോൾ ബിജു പ്രഭാകറാണ്. ബിജു പ്രഭാകരും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒഴിവുകൾ എത്ര എന്ന് പറയണം എന്നുള്ളത്. തീർച്ചയായും ഇത് നിയമന നിരോധനം തന്നെയാണ്. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അത് പുനഃസംഘടനയുടെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും അത് നിയമന നിരോധനം തന്നെയാണ്. അതാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. അതിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ ഒഴിവുകൾ നികത്താതെ KSEBക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. TV പ്രസാദ് പുറത്തു കൊണ്ടുവന്ന വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. KSEBിയിൽ പുനഃസംഘടനയുടെ ഭാഗമായി ഉണ്ടായിരുന്ന താൽക്കാലിക നിയമന നിരോധനം അവസാനിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. CMDയും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉദ്യോഗാർത്ഥികൾ സന്തോഷിച്ചാട്ടെ, ജോലി കിട്ടാൻ പോകുന്നു കേട്ടോ.